വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിലെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം 1934 ഭരണഘടന അനുസരിച്ചുള്ള സുപ്രീം കോടതി വിധി നടപ്പാക്കുക മാത്രമെന്ന് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ ബെസേലിയൂസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി തലങ്ങളിൽ നിരവധി തവണ ചർച്ചകൾ നടന്നെങ്കിലും ഫലമുണ്ടായില്ല. ഇനിയും ആര് ചർച്ചകൾക്ക് വിളിച്ചാലും പോകും. എന്നാൽ പരിഹാര മാർഗം സുപ്രീം കോടതി വിധി നടപ്പാക്കൽ മാത്രമാണ്. നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നതായി സഭയ്ക്കറിയില്ലെന്നും കാതോലിക്ക ബാവ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം, ദ ബിഗ്ഗസ്റ്റ്. ഒരു തലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇതിനു മുമ്പ് പല ഗവൺമെൻറ്റിൻ്റെയും കാലത്ത് പ്രധാനമന്ത്രി തലത്തിലും മുഖ്യമന്ത്രി തലത്തിലും മന്ത്രി തലത്തിലും ഒക്കെ ചർച്ചകൾ നടന്നിട്ടുള്ളതാണ്. അവിടെയൊന്നും അതിന് യാതൊരു ഫലവും കണ്ടിട്ടില്ല. ഇനിയും ആരും ചർച്ചയ്ക്ക് വിളിച്ചാലും പോകാതിരിക്കുകയില്ല, പോകും. പക്ഷേ മലങ്കര സഭ എന്തേലും തരത്തിലുള്ള ഒരു സമാധാനമല്ല ആഗ്രഹിക്കുന്നത്. ശാശ്വതമായ സമാധാനത്തിന് സുപ്രീം കോടതി വിധി അംഗീകരിക്കാം. അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. അടുത്തടുത്ത ഭദ്രാസനങ്ങളിൽ മെത്രാപ്പൊലിത്തമായി ഇരുന്ന രണ്ടുപേരാണ് ഇപ്പോൾ രണ്ട് സഭകളുടെയും തലവന്മാരായിരിക്കുന്നത്. ഇത് കുറച്ചുകൂടി ഒരു അനുകൂല അന്തരീക്ഷം ഉണ്ടാക്കും. ദൈവത്തിനറിയാം. അനിൽ ജോർജ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയമുണ്ട്. അനിൽ ജോർജ്, ഗുഡ് മോർണിംഗ്. ഈ സഭാ തർക്കത്തിന് കാലങ്ങളുടെ പഴക്കമുണ്ട്. എത്രയോ വട്ടം ചർച്ചകൾ നടന്നു. അതിപ്പം മുഖ്യമന്ത്രി തലത്തിലും അതല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിലും എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ നടന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ചർച്ചകൾ നടക്കുന്നു, തുടരുന്നു എന്നതല്ലാതെ ഇതിനൊരു ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നില്ല. വിശ്വാസികളുടെ വികാരത്തെ അതിനെ ചേർത്തു പിടിക്കുന്ന തലത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നിലപാട് വ്യക്തമാക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ചർച്ചകൾക്കൊക്കെ ഇനിയും വിളിച്ചാൽ പോകുന്നതിന് തർക്കമില്ല. പക്ഷെ അവർക്ക് വിശ്വാസം സുപ്രീം കോടതിയിൽ മാത്രമാണ്, ഭരണഘടനയിൽ മാത്രമാണ്, അല്ലേ? തീർച്ചയായും സേതു, ഇതൊരു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വ്യവഹാര പ്രശ്നം, ഒപ്പം തന്നെ വൈകാരികമായ പ്രശ്നം തുടങ്ങിയവയെല്ലാം ഉൾച്ചേർന്നിരിക്കുന്നു. അതിനാൽ ഇരു വിഭാഗവും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വ്യത്യാസപ്പെടില്ല, മാറില്ല എന്നതാണ് ഈ സഭാ തർക്കത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു വീട്ടിൽ തന്നെ രണ്ട് തരത്തിൽ ഉള്ള ആളുകൾ, യാക്കോബായ വിശ്വാസത്തിലും ഓർത്തഡോക്സ് വിശ്വാസത്തിലും ഉള്ള ആളുകളൊക്കെ നിലനിൽക്കുന്ന അത്രത്തോളം സങ്കീർണമായ ഒരു പ്രശ്നം കൂടിയാണിത്. അതിനാൽ തന്നെ വൈകാരികമായി മാത്രമേ അവർക്ക് അതിനെ നോക്കിക്കാണാൻ കഴിയൂ. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം അവർ എക്കാലത്തും ഉള്ള നിലപാട്, കോടതി വിധിയിലൂടെ അവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷമുണ്ട്. അതിനാൽ ആ കോടതി വിധി അംഗീകരിക്കുക, കോടതി വിധി നടപ്പാക്കി കിട്ടുക എന്നതാണ് ഓർത്തഡോക്സ് സഭ മുമ്പോട്ട് വെക്കുന്ന കാര്യം. അതിൽ നിന്ന് ഒരു വ്യത്യാസവും വരുത്താൻ തയ്യാറല്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അത് എക്കാലത്തും അവരുടെ നിലപാട് തന്നെയാണ്. അതിൽ വ്യത്യാസമില്ല എന്ന് അവർ പറയുന്നു. മുഖ്യമന്ത്രി തലത്തിലും പ്രധാനമന്ത്രി തലത്തിലുമൊക്കെ ചർച്ചകൾ നടക്കുന്ന, അല്ലെങ്കിൽ അത്തരം ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് സർക്കാർ കോടതിയിലടക്കം ഉറപ്പ് നൽകുമ്പോൾ ഇത്തരം ചർച്ചകളൊക്കെ പലവട്ടം പല നാളുകളിൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ചർച്ചകൾ കൊണ്ട് ഒന്നും ഫലമുണ്ടായില്ല. അങ്ങനെ ചർച്ചകൾ കൊണ്ട് ഫലമുണ്ടായെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം, സഭാതർക്കം ഇപ്പോഴും നിലനിൽക്കുമോ എന്നാണ് ഓർത്തഡോക്സ് സഭ ചോദിക്കുന്നത്. ചർച്ചകളോട് മുഖം തിരിക്കുന്നില്ല, ചർച്ചകൾക്ക് പോകാം. പക്ഷേ ആ ചർച്ചയ്ക്ക് തങ്ങൾ മുമ്പോട്ട് വെക്കുന്ന കാര്യം കോടതി ഉത്തരവ് നടപ്പാക്കുക, 1934 ഭരണഘടന അംഗീകരിക്കുക, അതനുസരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. അതായത് യാക്കോബായ വിഭാഗം പറയുന്നത് രണ്ട് സഭകളായി പിരിഞ്ഞു പോകാനുള്ള ഒരു അവകാശം ഉണ്ടാവണം, ആ രീതിയിലെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാം എന്ന് പറയുമ്പോൾ അതല്ല, 1934 ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് മലങ്കര അസോസിയേഷൻ അംഗീകരിച്ച് നടപ്പാക്കിയ ആ ഭരണഘടന ആണ് സുപ്രീം കോടതി ിരിക്കുന്നത്. ആ ഉത്തരവിൽ നിന്നുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്ന് ഓർത്തഡോക്സ് സഭ പറയുകയും ചെയ്യുന്നു. അതിനാൽ ഇത്തരം ചർച്ചകൾ ഒക്കെ വഴിമുട്ടുന്ന ഒരു സാഹചര്യം തന്നെയാവും മുമ്പോട്ടുള്ള സമയത്തും ഉണ്ടാവുക. സേതു. ഓക്കെ അനിൽ ജോർജ്, ശരി.